പഞ്ചാബിൽ ഇരട്ട സ്ഫോടനത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഖലിസ്ഥാൻ ഭീകരവാദികൾ ജലന്ധറിലും അമൃത്സറിലുമാണ് പുലർച്ചെ ശക്തമായ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ജലന്ധറിൽ BSF ആസ്ഥാനത്തിന് സമീപവും അമൃത്സറിൽ ഖാസ കന്റോൺമെന്റിന് സമീപവുമാണ് സ്ഫോടനം. അന്വേഷണം ആരംഭിച്ച് പഞ്ചാബ് പോലീസ്. आज जी लगभग 10:50 के आसपास पुलिस को एक कंप्लेंट आया था कि खासा जहाँ पे कैंटोनमेंट है वहाँ पे एक ब्लास्ट का आवाज़ आया है एंड ये ब्लास्ट का आवाज़ को इन्वेस्टिगेट करने के लिए पुलिस के सीनियर ऑफिसर्स इंक्लूडिंग SSP, SPD एंड अदर DSPs वहाँ पहुँचे हैं अलॉन्ग विद सीनियर ऑफिसर्स ऑफ द आर्मी ऑल्सो जो वहाँ कैंटोनमेंट में रहते थे एंड जो उनके अदर सीनियर ऑफिसर्स भी वहाँ मौके पे पहुँचे थे. आफ्टर दैट BDS की टीम को बुलाए एंड जो बॉम्ब डिस्पोजल टीम ने वहाँ प्रॉपर चेकिंग किया. उसके बाद FSL टीम जो फॉरेंसिक टीम को बुलाए थे एंड वहाँ पे जो भी एविडेंस मिला है उन्होंने इकट्ठा किए हैं एंड दैट हैज़ बीन सेंट फॉर सैम्पलिंग एंड फॉर टेस्टिंग. ब्लास्ट अभी चेक कर रहे हैं कितने ब्लास्ट हुए हैं. मतलब फ़िलहाल FSL टीम जो डेटा निकालें जो सैम्पल्स निकालें उसका टेस्टिंग के पता चलेगा. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ദിലീപ് കുറ്റിച്ചൽ ചേരുകയാണ്. ദിലീപ്, ഖലിസ്ഥാൻ ഭീകരവാദികൾ തന്നെയാണ് ആക്രമണം നടത്തിയത് എന്നതിലുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം, ഒപ്പം അന്വേഷണം, പഞ്ചാബ് പോലീസിന്റെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? സുരേഷ്, ഇപ്പോഴും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖാലിസ്ഥാൻ ഭീകരരാണ് ഇതിന് പിന്നിലെന്ന ഔദ്യോഗികമായ അറിയിപ്പും അതോടൊപ്പം തന്നെ അവരും തങ്ങൾ തന്നെയാണ് ഇത്തരത്തിലൊരു സ്ഫോടനം നടത്തിയെന്നുള്ള ആ ഒരു അറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ശക്തമായ രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കാൻ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു ദിവസം രാത്രി 11 മണിയോടെയാണ് പഞ്ചാബിലെ 2 സ്ഥലങ്ങളിൽ ഭീകര സ്ഫോടനം ഉണ്ടായത്. അതായത് BSFിൻ്റെ ആസ്ഥാനമായ ജലന്ധറിലും അതേസമയം കന്റോൺമെൻറ്റ് ഓഫീസിന് അമൃത്സറിലെ കന്റോൺമെൻറ്റ് ഓഫീസിന് മുൻപാകെയാണ് രാത്രി 11 മണിയുടെ സ്ഫോടനം ഉണ്ടായത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഫോറൻസിക് വിദഗ്ധരും അതോടൊപ്പം തന്നെ ബോംബ് ഡിറ്റക്ഷൻ സംഘവും അടക്കമുള്ളവർ അവിടെ എത്തുകയും അതോടൊപ്പം തന്നെ പരിശോധന നടത്തുകയും ചെയ്തത്. ഇതിൻ്റെ ഇപ്പോഴാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഖാലിസ്ഥാൻ ഭീകരവാദികളെന്ന അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, ഖാലിസ്ഥാൻ ഭീകരവാദികൾക്ക് പിന്തുണ നൽകുന്നത് പാകിസ്ഥാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിർത്തി കടന്നിട്ടുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള ഒരു സ്ഫോടനമാണ് നിലവിലിപ്പോൾ രാജ്യത്ത് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗൗരവം മനസ്സിലാക്കി തന്നെയാണ് സർക്കാർ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും അതോടൊപ്പം തന്നെ പരിശോധന നടത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധനകൾ കേന്ദ്രസേനയും അതോടൊപ്പം തന്നെ പഞ്ചാബിലെ പോലീസും അടക്കമുള്ളവർ ശക്തമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഇപ്പോൾ സജ്ജമാക്കിയിട്ടുണ്ട്. സുരേഷ്, ജലന്ധറിലും അമൃത്സറിലുമാണ് സ്ഫോടനമുണ്ടായത്. ഖലിസ്ഥാൻ ഭീകരവാദികളാണ് സ്ഫോടനത്തിന് പിന്നിൽ എന്നുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണമാണ് വന്നിരിക്കുന്നത്. പഞ്ചാബ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ദിലീപാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.